യെസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ഒന്നാമത്തെ ചാപ്റ്ററായ സമാന്തര ശ്രേണികൾ എന്നുള്ളതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നോക്കാം ഇനി എന്താണെന്നുള്ളത്. ഈ കണക്ക് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ എടുത്ത് എന്താണ് നിങ്ങൾ എന്താക്കുക കാണുക കേട്ടോ. ഇനി ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദം 10ഉം ആദ്യ 5 പദങ്ങളുടെ തുക 250ഉമാണ്. അങ്ങനെയെങ്കിൽ ശ്രേണി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെ കാണുക? നമുക്ക് ആദ്യ പദം തന്നിട്ടുണ്ട്, പിന്നെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 250 തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് 3 പദങ്ങളുടെ തുക കൂട്ടിയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ആ നടുക്കുള്ള പദം എങ്ങനെ കാണുക? ആ 3 പദങ്ങളുടെ തുകയാണ് തന്നെങ്കിൽ ആ തന്നിരിക്കുന്ന ആ തുക ബൈ 3 അല്ലെ. എന്നിട്ട് എന്താക്കുക? ആ കിട്ടുന്ന ഉത്തരമായിരിക്കും എന്ത് നടുക്കുള്ള ആ പദം അല്ലെ. അപ്പൊ ഇവിടെ 5 പദങ്ങളുടെ തുകയാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ 5 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ 5 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാ എങ്ങനെയാണ് അതിന്റെ എന്താണ് നടുക്കുള്ള പദം വരുന്നത്? 3-ാം പദം അല്ലെ. അപ്പൊ 3-ാം പദം കിട്ടാൻ എന്താ നമ്മൾ ചെയ്യുക? 250/5 ചെയ്യുക അല്ലെ. അപ്പൊ 3-ാം പദം നമുക്ക് കിട്ടും. അപ്പൊ 250/5 എന്ന് പറയുമ്പോൾ എത്ര നമുക്ക് കിട്ടുക? 50 അല്ലെ. അപ്പൊ 3-ാം പദം എന്തായിരിക്കും? 50 ആയിരിക്കും അല്ലെ. നോക്കിയേ, ഇപ്പൊ 1-ാം പദം, 2-ാം പദം, 3-ാം പദം, 4-ാം പദം, 5-ാം പദം 5 പദങ്ങളല്ലേ. ഈ 5 പദങ്ങളുടെ നടുക്കുള്ള പദം എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്? ഈ 3-ാം പദം അല്ലേ. അതാണ് പറയുന്നത് നടുക്കുള്ള പദം അല്ലേ. അതായത് ഇവര് തുക തന്നിട്ടുണ്ടെങ്കിൽ, ഇത്ര പദങ്ങളുടെ തുക തന്നിട്ടുണ്ടെങ്കിൽ ആ നടുക്കുള്ള പദം കാണണമെന്നുണ്ടെങ്കിൽ എന്താണ് ആ തന്നിരിക്കുന്ന തുക ബൈ ഏത് പദമാണോ എത്ര പദങ്ങളാണോ അത് ചെയ്യുക അല്ലെ. അപ്പൊ അതിന്റെ നടുക്കുള്ള പദം കിട്ടും. അപ്പൊ ഇവിടെ 3-ാം പദമാണ്. 5 പദങ്ങളുടെ തുക തന്നിട്ടുണ്ടെങ്കിൽ അത് 3-ാം പദമാണ് എന്താക്കുന്നത് നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ നമുക്ക് 3 പദങ്ങളുടെ 3-ാം പദം എങ്ങനെയാ കിട്ടുക? 250/5 പറയുമ്പോൾ 3-ാം പദം നമുക്ക് എന്ത് കിട്ടി? 50 എന്ന് കിട്ടി അല്ലെ. അപ്പൊ 3-ാം പദം 50 എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. അപ്പൊ 1-ാം പദം എത്ര തന്നിരിക്കുന്നത്? 10 അല്ലെ. അപ്പൊ 3-ാം പദം എന്താണ് തന്നിരിക്കുന്നത്? നമുക്ക് 50 കിട്ടി അല്ലെ. നോക്കാം. അപ്പൊ നമുക്ക് 1-ാം പദം 10 എന്ന് കിട്ടി, 3-ാം പദം എന്ത് കിട്ടി? 50 എന്ന് കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് നടുക്കുള്ള പദം കാണാൻ നമുക്ക് അറിയാലോ. എങ്ങനെ നടുക്കുള്ള പദം കാണുക? അത് നമ്മൾ പഠിച്ചതാണ് അല്ലെ. എന്താണ് 2 പദങ്ങളുടെ ഇടയിലുള്ള തുക കാണണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ തന്നിരിക്കുന്ന ആ പദങ്ങൾ ബൈ 2 എന്ന് ചെയ്യുക അല്ലെ. അപ്പൊ 10 + 50 എത്രയാണ്? 60 അല്ലെ. 60/2 എത്രയാ? 30. അതാണ് എന്ത് 2-ാം പദം അല്ലെ. അപ്പൊ നടുക്കുള്ള പദം കാണാൻ നമ്മൾ ആദ്യം പഠിച്ചതാണ് കേട്ടോ. അതൊക്കെ നമ്മളെ മൈൻഡിൽ ഉണ്ടാവണം. പഠിച്ച സംഭവങ്ങളൊക്കെ നമ്മളെ മൈൻഡിൽ ഉണ്ടാവണം അല്ലെ. അപ്പൊ 10 + 50 എത്രയാണ്? 60. 60/2 എത്രയാണ്? 30 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ നടുക്കുള്ള 2-ാം പദമായ 30 എന്ന് കിട്ടും. ഓക്കെ, കണ്ടോ ഇവിടെ 30 എന്ന് കിട്ടും അല്ലെ. ഇനി നമുക്ക് ഈ ശ്രേണി ഇതാക്കി ഇവിടെ ഇതിന്റെ പൊതുവ്യത്യാസം എത്രയാണ്? 30 10 പോയാൽ എത്രയാണ്? എത്രയാ? 20 അല്ലെ. അതുപോലെ 50 30 പോയാൽ 20. അപ്പൊ പൊതുവ്യത്യാസം നമുക്ക് 20 എന്ന് കിട്ടി അല്ലെ. ഇനി അടുത്ത സംഖ്യ നമുക്ക് എഴുതിക്കൂടെ? 10നോട് 20 കൂട്ടിയാൽ 30, 30നോട് 20 കൂട്ടിയാൽ 50, 50നോട് 20 കൂട്ടിയാൽ എത്രയാണ്? 70, 70നോട് 20 കൂട്ടിയാൽ എത്രയാണ്? 90. അങ്ങനെ പോകും അല്ലെ. നമ്മളെ ശ്രേണി ഇങ്ങനെ പോകുന്നത് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടും. അപ്പൊ നമുക്ക് ശ്രേണി കിട്ടിയല്ലോ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, നമുക്ക് എന്താണ് പഠിച്ച സംഭവങ്ങളൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവണം. അപ്പൊ എന്താണ് നമുക്ക് കിട്ടേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ നടുവിലെ പദം കിട്ടാൻ നമുക്ക് അറിയാലോ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഒന്നും കൂടി ഒന്നും കൂടി ഒന്ന് എന്താക്കുക കേൾക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് എന്താ ചെയ്തതെന്നുള്ളത് കേട്ടോ. അപ്പൊ നമ്മളെ മൈൻഡിൽ നിങ്ങൾ കിട്ടുന്ന പോയിന്റ് നിങ്ങൾ എന്താക്കുക എഴുതി വെക്കുകയും ചെയ്യുക. ഒന്നുകൂടി ടീച്ചർ പറഞ്ഞുതരാം. ആദ്യ പദം 10ഉം ആദ്യത്തെ 5 പദങ്ങളുടെ തുക 250 ആണ്. ശ്രേണി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യ പദം 10 എന്ന് എഴുതി, പിന്നെ ആദ്യത്തെ 5 പദങ്ങളുടെ തുകയാണ് തന്നത് അല്ലെ. അപ്പൊ ആദ്യത്തെ 5 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ നമുക്ക് പഠിച്ചിട്ടുണ്ട് എന്ത് 5 പദങ്ങളുടെ തുക തന്നിട്ടെങ്കിൽ നടുക്കത്തെ പദം കാണാൻ എന്താണ് ആ തന്നിരിക്കുന്ന തുകനെ 5നോട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ 3-ാം പദമായിരിക്കും അല്ലെ. 5 പദങ്ങൾ ഉണ്ടാകുമ്പോൾ നടുക്കുള്ള പദം ഏതാ? 3-ാം പദം അല്ലേ. ആ 3-ാം പദം കിട്ടാൻ എന്താണ് 250/5 ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? 50 എന്ന് കിട്ടും. അപ്പൊ 3-ാം പദം നമുക്ക് 50 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് ഇതിന്ന് ഈ 1-ാം പദവും 3-ാം പദവും കിട്ടിയാൽ എന്താണ് ഈ നടുക്കുള്ള പദം കാണണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 2 ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് 60/2 30 എന്ന് കിട്ടി അല്ലെ. അപ്പൊ എന്താണ് 30 കിട്ടിയതിന് ശേഷം എന്താണ് ഇത് നമുക്ക് എന്താക്കുക ഈ ശ്രേണി കിട്ടണമെങ്കിൽ പൊതുവ്യത്യാസം നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. പൊതുവ്യത്യാസം 2-ാം പദം മൈനസ് 1-ാം പദം അല്ലെ. അപ്പൊ 30 - 10 എത്രയാണ്? 20. അപ്പൊ പൊതുവ്യത്യാസം 20 കിട്ടിയാൽ നമുക്ക് ശ്രേണി തുടർച്ചയായി പോയിക്കൂടെ അല്ലെ. 10 ന്ന് 20 കൂട്ടിയാൽ 30, 30 ന്ന് 20 കൂട്ടിയാൽ 50, 50 ന്ന് 20 കൂട്ടിയാൽ 70, 70 ന്ന് 20 കൂട്ടിയാൽ 90, അങ്ങനെ എക്സെട്ര അല്ലെ. അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ 7 പദങ്ങളുടെ തുക 70 ആകുന്നു. 3 സമാന്തര ശ്രേണികൾ എഴുതുക. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ആദ്യത്തെ 7 പദങ്ങളുടെ തുക 70 എന്ന് പറഞ്ഞിട്ടുള്ളത്. വേറെ ഒന്നും ഒരു പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാ? 7 പദങ്ങളുടെ തുകയല്ല 70. അപ്പൊ 7 പദങ്ങളുടെ തുക അറിയുമ്പോൾ അതിന്റെ നടുക്കുള്ള പദം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 7 എണ്ണം അല്ലേ.
നമുക്ക് 7 പദങ്ങളുടെ തുകയാണ് എന്ത് 70 പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നടുക്കുള്ള തുക നടുക്കുള്ള പദം കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ഇതിന്റെ നടുക്കുള്ള പദം എന്ന് പറഞ്ഞാൽ ഏതാ? നമുക്ക് 7ന്റെ നടുക്കുള്ള ഏതാ? 4 അല്ലെ. അപ്പൊ 4-ാം പദം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 70/7 എഴുതാം അല്ലെ. അപ്പൊ 70/7 സമം എന്താണ്? 7 ആണ് അല്ലെ. അല്ല 70/7 എത്രയാണ്? 10 അല്ലെ. അപ്പൊ നമുക്ക് എന്താക്കി? 4-ാം പദം എന്ത് കിട്ടി? 10 എന്ന് കിട്ടി അല്ലെ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക? 4 ശ്രേണികൾ എഴുതാൻ പറഞ്ഞില്ലേ. പൊതുവ്യത്യാസം എന്ന് അറിയില്ല, ആദ്യ പദം ഒന്നും തന്നിട്ടില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്താക്കുക? പൊതുവ്യത്യാസം എന്തെങ്കിലും എടുത്ത് ചെയ്യാം. നമുക്ക് പൊതുവ്യത്യാസം ഇപ്പൊ 2 ആക്കിയാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് 1-ാം പദം, 2-ാം പദം, 3-ാം പദം, 4-ാം പദം ആക്കി എഴുതാം. നോക്കിയേ, ഞാൻ ഇപ്പോൾ പൊതുവ്യത്യാസം 2 ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? നോക്കൂ, ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? 4-ാം പദമാണ് എന്ത് 10 എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ 4-ാം പദമാണ് എന്ത് 10 എന്ന് പറഞ്ഞത്. നോക്ക്, ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നോക്ക്, 4-ാം പദമാണ് എന്ത് 10 എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ 1-ാം പദം അറിയില്ല, 2-ാം പദം അറിയില്ല, 3-ാം പദം അറിയില്ല, 10 എന്നുണ്ട്. പിന്നെ 4-ാം പദം, 5-ാം പദം നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. ഒരു ശ്രേണിയല്ലേ. അപ്പൊ നമുക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പൊതുവ്യത്യാസം നമ്മൾ 2 ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കുക. ഒരു തന്നിട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പൊതുവ്യത്യാസം 2 ഇഷ്ടമുള്ളത് എടുക്കുക. അപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താണ്? പൊതുവ്യത്യാസം കൂട്ടി പോവുക ചെയ്യുക. ഈ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പൊതുവ്യത്യാസം കുറച്ച് വരിക അല്ലെ. അപ്പൊ നമുക്ക് 10 കഴിഞ്ഞിട്ട് 2 കൂട്ടി എത്രയാണ്? 12 അല്ലെ. അപ്പൊ അവിടെ നമുക്ക് 12 എന്ന് എഴുതാം. ഓക്കെ, അവിടെ 12 എന്ന് എഴുതുക. 10 കഴിഞ്ഞിട്ട് 12 അല്ലെ. ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ അല്ലെ. പിന്നെന്താ? 12നോട് 2 കൂട്ടി എത്രയാണ്? 14 അല്ലെ. അപ്പൊ അതടുത്തത് ഇത് 14. ഓക്കെ, 14. ദെൻ എക്സെട്ര അങ്ങനെ പോയില്ല. ഇനി ഇപ്പുറത്ത് ഇങ്ങോട്ടേക്ക് വരണ്ടേ? 4-ാമത്തെ പദമല്ലേ 10 എന്ന് പറയുന്നത്. ഇനി 3-ാം പദം, 2-ാം പദം, 1-ാം പദം കിട്ടണം അല്ലെ. അപ്പൊ 3-ാം പദം കിട്ടണമെങ്കിൽ എന്താണ്? പൊതുവ്യത്യാസം കുറയ്ക്കുക വേണ്ടി അല്ലെ. 4-ാം പദത്തിനോട് പൊതുവ്യത്യാസം കുറയ്ക്കുക അല്ലെ. 10-ന്ന് 2 പോയാൽ എത്രയാണ്? 8 അല്ലെ. അപ്പൊ 8 എന്ന് എഴുതുക. ഓക്കെ, 8-ന്ന് 2 പോയാൽ എത്രയാണ്? 6 അല്ലെ. 8-ന്ന് 2 പോയാൽ 6, അതുപോലെ എഴുതുക അല്ലെ. 6-ന്ന് 2 പോയാൽ എത്രയാണ്? 4 അല്ലേ. ഓക്കെ, 4. ഓക്കെ, കിട്ടുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾ എന്താക്കണം? നിങ്ങൾ മനസ്സിലാക്കിയൊരു എന്താണ് ചെറിയൊരു ബുക്ക് എടുത്തിട്ട് എഴുതുക കേട്ടോ. ഇനി ഫസ്റ്റ് ചാപ്റ്ററാണ് ഇപ്പോൾ അത്. ഇനി കുറേ ചാപ്റ്റേഴ്സ് വരാണ്ട്. അപ്പം എന്താണ് ചെറിയ ഈ കിട്ടുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോയിന്റുകളൊക്കെ എന്താക്കുക? ഒരു ചെറിയ നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതുക കേട്ടോ. എക്സാമിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ. പബ്ലിക് എക്സാം ആണ്, SLC ബോർഡ് എക്സാം ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഈ പോയിന്റ് ഇപ്പം നമ്മൾ വിചാരിക്കും എന്താ സെയിം എന്താണ് സിമ്പിളാന്നൊക്കെ വിചാരിക്കും അല്ലേ. പക്ഷേ എന്താണ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ് ടീച്ചർ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഒരു പോയിന്റ് ശ്രദ്ധിച്ചാൽ. അപ്പോൾ ആ പോയിന്റ് എന്താക്കുക? ഇതെന്താ ചെയ്തത് എന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ പൊതുവ്യത്യാസം 2 ആക്കി എടുക്കുമ്പോൾ നമുക്ക് എന്താക്കി? ആ സമാന്തര ശ്രേണി 4, 6, 8, 10, 12, 14. ഇപ്പോൾ 4-ാം പദം 10 അല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊരു ശ്രേണിയാണ് അല്ലേ. ഇനി 2-ാമത്തെ എടുക്കുന്നത് എന്താണ്? 4 ശ്രേണി ഇതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 2-ാമത്തെയാണ് എടുക്കുന്നത്. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 1 ആക്കി എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക കേട്ടോ. ഞാൻ 3 എടുക്കുകയാണ് കേട്ടോ. പൊതുവ്യത്യാസം 3 എന്ന് എഴുതുകയാണ്. അടുത്ത് പൊതുവ്യത്യാസം. അപ്പോൾ പൊതുവ്യത്യാസം 3 എന്ന് എഴുതി അല്ലേ. ഇനി നമുക്ക് എന്താണ് കിട്ടേണ്ടത്? 4-ാം പദമാണ് 10 എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 4-ാം പദം 10 എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊതുവ്യത്യാസം എന്താണ്? 3 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? 3-ാം പദവും 2-ാം പദവും 1-ാം പദവും ഒക്കെ കിട്ടൂലേ. 4-ാം പദം മുതലുള്ള ഞാൻ ഇങ്ങോട്ട് എഴുതിയിട്ടോ. 10, 10നോട് 3 കൂട്ടിയാൽ 13, 13നോട് 3 കൂട്ടിയാൽ 16, അങ്ങനെ പോകില്ലേ. ഇനി നമുക്ക് 3-ാം പദം കാണണ്ടേ. അപ്പോൾ 3-ാം പദം കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 10-ന്ന് 3 കുറയ്ക്കുക അല്ലേ. 10-ന്ന് 3 കുറച്ചാൽ എത്രയാണ്? 7. 7 അപ്പോൾ നമുക്ക് എന്താക്കുക? അവിടെ 7 എന്ന് എഴുതാം കേട്ടോ. 7 എന്ന് എഴുതുക. 7 എന്ന് എഴുതി അല്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 2-ാം പദം കിട്ടണ്ടേ. എത്ര? 7-ന്ന് 3 കുറച്ചാൽ എത്രയാണ്? 7-ന്ന് 3 കുറച്ചാൽ എത്രയാ? 4 അല്ലേ. അപ്പോൾ 4 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ 2-ാം പദം നമുക്ക് എന്ത് കിട്ടി? 4 എന്ന് കിട്ടി അല്ലേ. ഇനി 1-ാം പദം എത്ര ആയിരിക്കും? അപ്പോൾ 4-ന്ന് 3 കുറയ്ക്കുക അല്ലേ. 4-ന്ന് 3 കുറച്ചാൽ എത്രയാ വരിക? 4-ന്ന് 3 കുറച്ചാൽ 4-ന്ന് 3 കുറച്ചാൽ എത്രയാ? 1 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക? 1 എന്ന് എഴുതാം. 1. അപ്പോൾ നമ്മൾ ശ്രേണി കിട്ടിയോ നോക്കിയേ. ശ്രേണി കിട്ടിയോ? അപ്പോൾ 1, 4, 7, 10, 13, 16 എക്സെട്ര അല്ലേ. 2-ാമത്തെ ശ്രേണി നമുക്ക് കിട്ടിയില്ലേ. ഒരു പദം നമുക്ക് കിട്ടിയിട്ട് നമുക്ക് പൊതുവ്യത്യാസം ഒന്നും തന്നില്ലെങ്കിൽ എന്താ നമുക്ക് ഇഷ്ടമുള്ള പൊതുവ്യത്യാസം എടുക്കുക. എന്നിട്ട് എന്താക്കുക? അത് 4-ാം പദമാണ് തന്നെങ്കിൽ 4-ന്റെ അങ്ങോട്ടേക്കാണ് കൂട്ടി പോവുക.
ഇതിനെ താഴത്തെ ഇങ്ങോട്ടേ മൂന്നാമതും രണ്ടാമതൊക്കെ കിട്ടണമെങ്കിൽ കുറച്ചും പോവുക കേട്ടോ. അപ്പോൾ 4 പദം 10 അല്ലേ നോക്കിയേ. 1നോട് 3 കൂട്ടിയാൽ 4, 4നോട് 3 കൂട്ടിയാൽ 7, 7നോട് 3 കൂട്ടിയാൽ 10, 10നോട് 3 കൂട്ടിയാൽ 13, 16 അല്ലേ. അപ്പോൾ 4 പദം 1, 2, 3, 4, 4 പദം 10 അതാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചിരുന്നത് അല്ലേ. ഇനി ഒരു ശ്രേണിയും കൂടി എഴുതാം. നമുക്ക് കോമൺ ഡിഫറൻസ് ഞാൻ എന്തെടുക്കുകയാണ്, 4 എടുക്കുകയാണ്. അടുത്ത കോമൺ ഡിഫറൻസ് 5 എടുക്കുകയാണ്. അതേമാതിരി ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക കേട്ടോ. 10 എടുക്കുക. എന്നാൽ അടുത്ത കോമൺ ഡിഫറൻസ് ഞാൻ എന്താക്കുക, 10 എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഞാൻ 10 എടുത്തില്ലേ. അപ്പം സമാന്തര ശ്രേണി എങ്ങനെ 4 പദം 10 പറഞ്ഞിട്ടുണ്ട്. അപ്പം 10 കോമൺ ഡിഫറൻസ് അതായത് പൊതുവ്യത്യാസം 10 ആക്കി എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്കാണെങ്കിൽ 10 കൂട്ടി പോവുക അല്ലേ. ഏത് പൊതുവ്യത്യാസമാണ് അത് കൂട്ടി പോവുക. അപ്പോൾ 10നോട് 10 കൂട്ടിയാൽ 20, 20നോട് 10 കൂട്ടിയാൽ 30 അങ്ങനെ പോകും അല്ലേ. ഇനി എന്താണ് ഇങ്ങോട്ടേക്കാണെങ്കിൽ കുറയ്ക്കുക, മൈനസ് ചെയ്യുക അല്ലേ. 10നോട് 10 കുറച്ചാൽ 0, 0നോട് 10 കുറച്ചാൽ എത്രയാണ്, 0നോട് 10 കുറച്ചാൽ -10, -10നോട് 10 കുറച്ചാൽ -20 അല്ലേ. അപ്പോൾ അടുത്ത ശ്രേണി കിട്ടി. ഇനി അടുത്ത് നമുക്ക് ചെയ്തുകൂടെ. നാലാമത്തെ എന്താണ് നിങ്ങൾ എടുക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക. ഞാനിപ്പോൾ എന്താ എടുക്കേണ്ടത്, 20 എടുക്കുക കേട്ടോ ഞാൻ. അപ്പം എന്താണ് കോമൺ ഡിഫറൻസ് എന്താക്കി, 20 എടുത്ത്. ഓക്കെ. ഇനി എന്താണ് നമുക്ക് ഇങ്ങനെ ശ്രേണി ചെയ്ത് 10 പദം എത്രയാണ്, സോറി 4 പദം 10 കേട്ടോ. അതെപ്പോഴും നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. 4 പദം 10 കണ്ടോ. 4 പദം 10 ഇത് നമ്മൾ കണ്ടുപിടിച്ചതാണ് തന്നിരിക്കുന്നതിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. നമുക്ക് കോമൺ ഡിഫറൻസ് നമുക്ക് പൊതുവ്യത്യാസം 20 അല്ലേ. അപ്പം 4 പദം 10 അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതും, 10ന്ന് 20 കൂട്ടിയാൽ അടുത്ത് 30, അപ്പോൾ 10, 30, പിന്നെ അടുത്ത് 30ന്ന് 20 കൂട്ടിയാൽ 50 അല്ലേ. അങ്ങോട്ട് പോകും. അതേമാതിരി ഇങ്ങോട്ട് തിരിച്ച് 1 പദവും 2 പദവും 3 പദവും ഉണ്ടെങ്കിൽ 10ന്ന് 20 കുറയ്ക്കുക അല്ലേ. നോക്ക് 4 പദം എത്രയാണ്, 10 അല്ലേ. അപ്പോൾ 10ന്ന് 20 പൊതുവ്യത്യാസം 20 കൂട്ടിയാൽ 30, 30ന്ന് 20 കൂട്ടിയാൽ 50 എക്സെട്ര അങ്ങനെ പോകും. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറയ്ക്കുന്ന 3 പദം കിട്ടാനോ 10ന്ന് 20 കുറയ്ക്കുക അല്ലേ. 10ന്ന് 20 കുറച്ചാൽ -10, -10ന്ന് 20 കുറച്ചാൽ -30, -30ന്ന് 20 കുറച്ചാൽ -50 അല്ലേ. അങ്ങനെ പോകും. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം എന്താ, 3 സമാന്തര ശ്രേണികൾ എഴുതിയാൽ മതിയായിരുന്നു അല്ലേ. നമ്മൾ 4 എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. then അടുത്ത ചോദ്യം എന്താണ്, ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങളുടെ തുക 30ഉം ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140 അപ്പൊ ശ്രേണിയിലെ 2ാം പദം എന്താണ്, ശ്രേണിയിലെ 4ാം പദം എന്താണ്, ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങളുടെ തുക 30. അപ്പം 3 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 പദങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം ആദ്യത്തെ 3 പദം എന്ന് പറയുമ്പോൾ 1, 2, 3ാമത്തെ പദങ്ങൾ അല്ലേ. അപ്പോൾ 2ാമത്തെ പദം നമുക്ക് എന്ത് കിട്ടും, 30/3 ചെയ്താൽ 10 എന്ന് കിട്ടും അല്ലേ. അപ്പൊ 2ാം പദം നമുക്ക് എന്ത് കിട്ടി, 2ാം പദം 10 എന്ന് കിട്ടി അല്ലേ. ഇനി ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140 എന്നും പറഞ്ഞിട്ടല്ലോ. അപ്പൊ 7 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ അതിന്റെ നടുക്കുള്ള പദം ഏതാണ്, നടുക്കുള്ള പദം നോക്ക്. ആദ്യത്തെ 3 പദങ്ങളുടെ തുക പറയുമ്പോൾ 1, 2, 3 പദങ്ങളാണ് വരുന്നത് അല്ലേ. അതിന് നടുക്കുള്ള പദം എന്ന് പറഞ്ഞാൽ 2ാം പദമാണ് അല്ലേ. അപ്പൊ 2ാം പദമാണ് എന്ത് ഇവിടെ എന്താണ് 30/3 എന്ത് കിട്ടുക, 10 എന്ന് കിട്ടുക. അപ്പൊ 2ാം പദം നമുക്ക് എന്ത് കിട്ടി, 2ാം പദം സെക്കൻഡ് ടേം എന്ത് കിട്ടി, സെക്കൻഡ് ടേം എന്താ കിട്ടി നമുക്ക്, 30/3 അല്ലേ. 30/3 എന്ന് പറയുമ്പോൾ 30/3 സമത്രയാണ് 10 അല്ലേ. അപ്പൊ 2ാം പദം നമുക്ക് എന്ത് കിട്ടി, 10 എന്ന് കിട്ടി അല്ലേ. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140 എന്ന് പറഞ്ഞല്ലേ. 7 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 140. നടുക്കുള്ള പദം എന്തായിരിക്കും, 140/7 ആയിരിക്കും അല്ലേ. അങ്ങനെ ആകുമ്പോൾ നോക്കൂ, ഇതിലെ നടുക്കുള്ള പദം ഏതാണ്, 4ാം പദമാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് 4ാം പദം സമം എഴുതുക കേട്ടോ. നിങ്ങൾ 4ാം പദം ഞാൻ 4th ടേം എഴുതുന്നത് കേട്ടോ. 4th ടേം 4ാം പദം സമം എന്താണ്, 4ാം പദം സമം എന്താണ് 70 140 അല്ല തുക പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 140 ഹരിക്കണം എന്താണ്, 140 ഹരിക്കണം എന്താ കിട്ടുക, 7 അല്ലേ. ഈക്വൽ ടു എത്ര വരുന്നത്, 20 കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 4ാമത്തെ പദം എന്താണ് 20 കിട്ടി അല്ലേ. അപ്പൊ നമുക്ക് നോക്കിയേ, 2ാം പദം കിട്ടി, 4ാം പദം കിട്ടി അല്ലേ. 2ാം പദം 10ഉം 4ാം പദം 20 കിട്ടി അല്ലേ. ഇനി അതിന്റെ ഇടയ്ക്കുള്ള പദം കിട്ടിയാൽ നമുക്ക് എന്താണ് പൊതുവ്യത്യാസം കിട്ടൂലേ. അപ്പൊ ഇടയ്ക്കുള്ള പദം കിട്ടിയാൽ നമുക്ക് എന്താണ്, അത് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ശ്രേണിയിലെ 2ാം പദം എന്താണെന്നല്ലേ. അപ്പൊ 2ാം പദം 10 എന്ന് കിട്ടി അല്ലേ. ശ്രേണിയിലെ 4ാം പദം എന്താന്ന് ചോദിച്ചിരിക്കുന്നുണ്ട്, അത് 20 കിട്ടി. ഓക്കെ. ഇനി ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ശ്രേണിയെ നമുക്ക് എഴുതാൻ പറ്റൂലേ. അപ്പൊ പൊതുവ്യത്യാസം കിട്ടിയാൽ മതി അല്ലേ. അപ്പം 2ാമത്തതും എന്താണ് 4ാമത്തെ നമുക്കറിയാം അല്ലേ. അപ്പൊ 3ാമത്തെ ടേം നമുക്ക് കാണാം. 3ാമത്തെ ടേം എങ്ങനെ കാണുക, ഇത് രണ്ടും കൂട്ടിയിട്ട് എന്താണ് 2നോട് ഹരിച്ചാൽ മതി അല്ലേ. അപ്പൊ നിങ്ങൾ എന്താക്കുക, 3ാം പദം സമം എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ഇവിടെ 3rd ടേം എഴുതുന്നത്. 3ാം പദം സമം എന്താണ്, 3ാം പദം സമം എന്താണ് പറയാ, 10ഉം 20ഉം കൂട്ടിയിട്ട് എന്താക്കുക 2നോട് ഡിവൈഡ് ചെയ്യുക അല്ലെ. അപ്പൊ 10 + 20 30. അപ്പൊ 30/2
2 എത്രയാണ് 30/2 = 15 അല്ലേ. അപ്പൊ നമുക്ക് മൂന്നാം പദം കിട്ടിയല്ലോ. അപ്പൊ രണ്ടാം പദവും മൂന്നാം പദവും നാലാം പദവും കിട്ടിയില്ലേ. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതുക ജസ്റ്റ് ഒന്ന്. രണ്ടാം പദവും മൂന്നാം പദവും നാലാം പദമാണ് കിട്ടിയിരിക്കുന്നത്. ഒന്നാം പദം നമുക്കറിയില്ലേ, അപ്പൊ അത് നമുക്ക് വിടാം അല്ലെ. ഇനി രണ്ടാം പദം എന്താ കിട്ടിയിരിക്കുന്നത് 10, മൂന്നാം പദം എന്താ കിട്ടിയിരിക്കുന്നത് 15, നാലാം പദം എന്താ കിട്ടിയിരിക്കുന്നത് 20 അല്ലേ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്താ പുതിയ വ്യത്യാസം കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കുക അല്ലെ. മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറച്ച് നോക്കുക അല്ലെ. 15 നിന്ന് 10 കുറച്ചാൽ എത്രയാ 5. ഈ നാലാം പദത്തിൽ നിന്ന് മൂന്നാം പദം കുറച്ച് നോക്കിയാൽ 20 നിന്ന് 15 കുറച്ചാൽ എത്രയാണ് എത്രയാ 5 അല്ലേ. അപ്പൊ പുതിയ വ്യത്യാസം 5 കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിനോട് കുറച്ചാൽ രണ്ടാം പദത്തിൽ നിന്ന് കുറച്ചാൽ പോരെ. അപ്പൊ 10 നിന്ന് 5 കുറച്ചാൽ എത്രയാണ് 5 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് എന്താണ് ആ ശ്രേണി കിട്ടി അല്ലേ. അപ്പം ഓക്കെ. അപ്പം 5, 10, 15, 20 അല്ലേ. ആദ്യത്തെ 3 പദങ്ങൾ എഴുതിയാൽ മതി അല്ലേ. അപ്പം 5, 10, 15 ഓക്കെ കിട്ടിയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150ഉം ആദ്യത്തെ 10 പദങ്ങളുടെ തുക 550ഉം ആണ് അല്ലെ. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150. അപ്പൊ 5 പദങ്ങളുടെ തുക അറിയുമ്പോ എത്ര 5 പദങ്ങളുടെ തുക 150 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ 5 പദങ്ങളാണെങ്കിൽ നടുക്കുള്ള പദം ഏതാണ് 3 അല്ലെ. അപ്പൊ മൂന്നാം പദം സമം നമുക്ക് എന്ത് എഴുതാ 150/5 എന്ന് എഴുതാം അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ആ മൂന്നാം പദം കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് മൂന്നാം പദം സമം എന്താണ് 150/5. അപ്പൊ നമുക്ക് മൂന്നാം പദം എന്ത് കിട്ടി 150/5 = 30 കിട്ടി അല്ലെ. അപ്പൊ ശ്രേണിയുടെ മൂന്നാം പദം എന്താണ്? മൂന്നാം പദം = 150/5 അല്ലെ. അപ്പൊ ആദ്യത്തെ 5 പദങ്ങളാണ് അല്ലെ. 5 പദങ്ങളുടെ നടുക്കുള്ള പദം എന്ന് പറയുന്നത് ഏതാണ്? 1, 2, 3, 4, 5 അല്ലേ. ആ 5ന്റെ നടുക്കുള്ള ഏതാ? മൂന്നാം പദമാണ് അല്ലെ. അപ്പൊ മൂന്നാം പദമാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ മൂന്നാം പദം = 150/5 = 30 കിട്ടി. ഇനി ആദ്യത്തെ 10 പദങ്ങളുടെ തുക 550 എന്ന് പറഞ്ഞത്. അപ്പൊ 10 പദങ്ങൾ 10ന്റെ നടുക്കുള്ള ഏതാണ്? അപ്പൊ എട്ടാം പദം നോക്കിയാൽ തന്നിരിക്കുന്ന എന്താണ്? ആദ്യത്തെ 5 പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്, ആദ്യത്തെ 10 പദങ്ങളുടെ തുക തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എട്ടാം പദമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താക്കുക? ആദ്യത്തെ 10 പദങ്ങളുടെ തുക തന്നിട്ടുണ്ടല്ലോ, അതുപോലെ 5 പദങ്ങളുടെ തുക തന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ആദ്യത്തെ 10 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യ പദം പ്ലസ് രണ്ടാം പദം പ്ലസ് മൂന്നാം പദം പ്ലസ് നാലാം പദം പ്ലസ് ചേർന്നിട്ട് എന്താണ് 10ാം പദം എന്നുള്ളതാണല്ലേ. അപ്പം നമ്മളെന്താണ് ആദ്യത്തെ 5 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞിട്ട് എന്താക്കുക? നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. ആദ്യത്തെ 10 പദങ്ങളുടെ തുക സമം ആദ്യത്തെ 5 പദങ്ങളുടെ തുക പ്ലസ് പിന്നെ 6ാം പദം 7ാം പദം 8ാം പദം 9ാം പദം 10ാം പദം അങ്ങനെ എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് എന്താണ് ഇത് 6ാം പദം പ്ലസ് 7ാം പദം പ്ലസ് 8ാം പദം പ്ലസ് 9ാം പദം പ്ലസ് 10ാം പദം സമം പിന്നെ എന്താണ് ആദ്യ 10 പദങ്ങളുടെ തുക കുറയ്ക്കണം ആദ്യത്തെ 5 പദങ്ങളുടെ തുക എന്ന് എഴുതിക്കൂടെ? എഴുതാം അല്ലെ. എന്താണ് ആദ്യത്തെ 10 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എന്താണ്? 1ാം പദം പ്ലസ് 2ാം പദം പ്ലസ് 3ാം പദം പ്ലസ് 4ാം പദം 5ാം പദം 6ാം പദം 7ാം പദം 8ാം പദം 9ാം പദം 10ാം പദം അല്ലെ. അങ്ങനെ എഴുതുക. അപ്പൊ അതാണ് ആദ്യത്തെ 10 പദങ്ങൾ എന്ന് പറയുന്നത്, തുക എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്താണ് ഞാൻ 6 മുതൽ 10 വരെയുള്ള അതിന്റെ തുക സമം നടത്തിയിട്ട് ഇങ്ങനെ എഴുതുകയാണ്. ആദ്യത്തെ 10 പദങ്ങളുടെ തുക മൈനസ് ആദ്യത്തെ 5 പദങ്ങളുടെ തുക എന്ന് എഴുതുക അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ആദ്യത്തെ 10 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? 550 അല്ലെ. 550 മൈനസ് പിന്നെന്താണ് ആദ്യത്തെ 5 പദങ്ങളുടെ തുക, അതാണ് 1ാം പദം 2ാം പദം 3ാം പദം 4ാം പദം 5ാം പദം അല്ലെ. അതാണ് എന്ത് 150 എന്ന് അവിടെ തന്നത് അല്ലെ. അപ്പൊ നമ്മളതങ്ങനെ ചെയ്ത്. അപ്പൊ 550 നിന്ന് 150 കുറച്ച് എത്രയാണ്? 400 അല്ലെ. 400 എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ 6ാം പദം മുതൽ 10ാം പദം വരെയുള്ളതിന്റെ ഉത്തരം നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? 400 എന്ന് കിട്ടി അല്ലെ. ഇനി നമുക്ക് എന്താണ് ഇതിന്റെ നടുക്കുള്ള ഈ പദം കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് എത്ര പദങ്ങൾ ഉണ്ടോ അത്രയും ആ പദത്തിനോട് തിന്നിരിക്കുന്ന തുക ഹരിച്ചാൽ എന്താണ് അതിന്റെ നടുക്കത്തെ പദം കിട്ടുന്നു അല്ലെ. അപ്പൊ ഇവിടെ നടുക്കത്തെ പദം എന്ന് പറഞ്ഞാൽ എന്താ? 8ാം പദമാണ് അല്ലെ. അപ്പൊ 8ാം പദം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇത് 6 മുതൽ 10 വരെയുള്ള തുക തന്നിട്ടുണ്ട്, 400 കിട്ടിയിട്ടുണ്ട്, 400 അല്ലെ. അപ്പൊ 400 ഹരിക്കണം. ഇത് എത്ര ഇതുണ്ട്? ടേമുകളുണ്ട്, എത്ര പദങ്ങളുണ്ട്? 5 പദം അല്ലെ. 1, 2, 3, 4, 5 അല്ലെ. അപ്പൊ 400 ഹരിക്കണം 5 അല്ലെ. അപ്പൊ 8ാം പദം സമം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാ? 8ാം പദം സമം നമുക്ക് നിങ്ങൾ എഴുതുക കേട്ടോ. 8ാം പദം എഴുതുക കേട്ടോ. അപ്പൊ 8ാം പദം സമം 400 ഹരിക്കണം എന്താണ് 5 അല്ലെ. 400 ഹരിക്കണം 5 എത്രയാണ്? = എത്രയാ? 400 ഹരിക്കണം 5 80 അല്ലേ. ഓക്കെ. അപ്പോൾ 80 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്താ 8ാം പദം നമുക്ക് എന്ത് കിട്ടി? 80 എന്ന് കിട്ടി അല്ലേ. ഓക്കെ.
അപ്പോൾ നമ്മൾ ചോദ്യം എന്താ, എട്ടാം പദം എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ എട്ടാം പദം നമുക്ക് എന്ത് കിട്ടി, 80 എന്ന് കിട്ടി. ഇനി ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങൾ എന്തൊക്കെയാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൂന്നാം പദം അറിയാം, എട്ടാം പദം അറിയാം അല്ലേ. മൂന്നാം പദം എന്താണ്, 30 എട്ടാം പദം 80 അല്ലേ. അപ്പൊ നമുക്ക് ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്താക്കണം, നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ മൂന്നാം പദത്തിൽ നിന്ന് എട്ടാം പദത്തിലേക്ക് എത്താൻ എത്ര പൊതുവ്യത്യാസം കൂട്ടണം, 8ന്ന് 3 കുറയ്ക്കുക അല്ലെ. 8ന്ന് 3 കുറച്ചാൽ എത്രയാണ്, 5 അല്ലേ. അപ്പൊ 5 അത് വന്ന് അല്ലേ. അപ്പൊ 8ന്ന് 3 കുറച്ചാൽ 5. അപ്പം 5 പൊതുവ്യത്യാസം ഈ മൂന്നാം പദത്തിന്റെ കൂട്ടത്തിൽ കൂട്ടിയാലാണ് എന്ത് വരുന്നത്, ഈ 80 അല്ലെ. 80 കിട്ടുന്നത് അല്ലെ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ മൂന്നാം പദത്തിനോട്, മൂന്നാം പദം എന്ന് പറഞ്ഞാൽ 30നോട് അല്ലെ, മൂന്നാം പദത്തിനോട് 5 പൊതുവ്യത്യാസം കൂട്ടിയാൽ അല്ലെ. പൊതുവ്യത്യാസം എന്ന് പറയുമ്പോൾ ഡീന്ന് കൊടുക്കുകയാണ് കേട്ടോ. പൊതുവ്യത്യാസം കൂട്ടിയാൽ എന്താണ്, നമുക്ക് 8ാമത്തെ പദം കിട്ടും അല്ലെ. അത് 8ാമത്തെ പദം എന്ന് പറയുന്നത് എത്രയാണ്, 80. കണ്ടോ, മനസ്സിലായില്ല. മൂന്നാം പദത്തിനോട് 5 പൊതുവ്യത്യാസം 5 കിടന്ന 8ാം പദത്തിൽ മൂന്നാം പദത്തിൽ നിന്ന് 8ാം പദത്തിൽ എത്തണമെങ്കിൽ എത്ര പദം പൊതുവ്യത്യാസം കൂട്ടണ്ട്, 8ന്ന് 3 കുറച്ചാൽ 5 അല്ലേ. അപ്പൊ 5 പൊതുവ്യത്യാസം കൂട്ടിയാലാണ് എന്ത്, ആ 8ാമത്തെ എത്തുന്നത് അല്ലെ, 8ാമത്തെ പദത്തിലെത്തുന്നത്. അപ്പൊ 30 + 5 d = 80 എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്താക്കുക, ഈ +30 = അപ്പുറത്ത് പോകുമ്പോൾ എന്തായി, -30 ആവും അല്ലേ. അപ്പം 5 പൊതുവ്യത്യാസം സമം എന്താണ്, 80ന്ന് എത്ര 30 കുറയ്ക്കുക അല്ലേ. എന്താ 5d = എങ്ങനെ എഴുതാ, 80ന്ന് 30 പോയ എത്ര, 50 അല്ലേ. 50 കിട്ടി. ഇനി എന്താ നമുക്ക് എഴുതാ, d = നമുക്ക് എങ്ങനെ എഴുതാ, d = 50 ഹരിക്കണം എന്താ 5 അല്ലേ. ഇൻറ്റു 5 = അപ്പുറത്ത് പോകുമ്പോൾ ഹരിക്കണം 5 ആവും അല്ലേ. അപ്പോൾ =5. അപ്പോൾ ഡി നമുക്ക് പൊതുവ്യത്യാസം എന്താ കിട്ടിയത്, d = 50/5 പറഞ്ഞാൽ എത്ര, 10 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കി, ഇവിടെ പൊതുവ്യത്യാസം കിട്ടി. ഓക്കെ, അപ്പോൾ പൊതുവ്യത്യാസം എത്ര, 10 കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് എന്താക്കുക, പൊതുവ്യത്യാസം 10 കിട്ടിയിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഇവിടെ നമുക്ക് മൂന്നാം പദം 30 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആദ്യത്തെ 3 ശ്രേണി എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പം മൂന്നാമത്തെ പദത്തിൽ നിന്ന് എന്താണ്, 2ാം പദം കിട്ടണമെങ്കിൽ പൊതുവ്യത്യാസം കുറച്ചാൽ പോരെ, 30ന്ന് 10 കുറയ്ക്കുക. അപ്പം എത്ര കിട്ടുക, 20. പിന്നെ 1ാം പദം കിട്ടണമെങ്കിലോ 20ന്ന് 10 കുറയ്ക്കുക, എത്ര, 10 അല്ലേ. അപ്പം നമുക്ക് ആ ശ്രേണി എങ്ങനെയായിരിക്കും, 10, 20, 30, 40, 50, 60 അങ്ങനെ പോകില്ലേ. അപ്പോൾ ആദ്യത്തെ 3 പദങ്ങൾ എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അപ്പോൾ 10, 20, 30 ഇതാണ് മൂന്നാമത്തെ ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, നിങ്ങൾ ഓരോന്നിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതണം കേട്ടോ. 3 ഇട്ടിട്ട് 3ൽ 1 ഇട്ടിട്ട് ഇവിടെ എഴുതുക അല്ലേ. 1 ഇട്ടിട്ട് ഇവിടെ എഴുതുക. അതുമാതിരി ഇതാണ് 2ാമത്താണ് ഇത് വരുന്നത്. 2ാമത്തെ 8ാം പദം എന്താണെന്ന് ചോദിച്ചിട്ട്, അപ്പോൾ 8ാം പദം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി 3ാമത്തെ ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങൾ എന്തൊക്കെയാണല്ലോ, അതിന് ആദ്യം നമ്മൾ എന്താക്കി, പൊതുവ്യത്യാസം കണ്ടുപിടിച്ചു അല്ലേ. 3 ഇവിടുന്ന് മുതൽ തുടങ്ങില്ല, 3ാമത്തത്. ഓക്കെ, അതാണ് നമ്മളെ പൊതുവ്യത്യാസം കേട്ടോ. അണ്ടർലൈനൊക്കെ ചെയ്യാൻ നിങ്ങൾ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ, ഒരു സമാന്തര ശ്രേണിയുടെ 11ാം പദത്തിൻ്റെയും 21ാം പദത്തിൻ്റെയും തുക 80 ആയാൽ അയച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 11ാം പദത്തിൻ്റെയും 21ാം പദത്തിൻ്റെയും ഈ 2 പദങ്ങളുടെ തുകയാണ് എന്ത് പറയുന്നത്, 80 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, അപ്പം നമ്മൾ എന്താ പഠിച്ചിരുന്നത്, 1ാം പദം 2ാം പദം 3ാം പദം എടുക്കുകയാണെങ്കിൽ ഈ 2ാം പദം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ 1ാം പദവും 2ാം പദത്തിൻ്റെയും തുക അല്ലേ. ഈ 1ാം പദം പ്ലസ് 3ാം പദം ബൈ 2 ഈ നടുക്കുള്ള ഈ പദം വരുന്നത് അല്ലേ. അതേപോലെ 11ാം പദത്തിൻ്റെയും 21ാം പദത്തിൻ്റെയും നടുക്കുള്ള പദം ഏതാണ്, 16ാം പദമാണ് അല്ലേ. ഒന്ന് നോക്കി നോക്കുക, 16ാം പദം അല്ലേന്ന് ആണല്ലേ. അപ്പോൾ എന്താണ് അത് 16ാം പദം. അപ്പം എന്താ വരിക, ഇത് രണ്ടിൻ്റെയും തുകയുടെ പകുതിയാണ് എന്ത്, ഈ 16ാം പദം എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ എന്താണ്, ഇത് രണ്ടിൻ്റെയും തുക എത്രയാണ്, 80 ആണ് അല്ലേ. അപ്പോൾ 80/2 പകുതി അല്ലേ. അപ്പോൾ 16ാം പദം സമം നമുക്ക് എങ്ങനെ എഴുതാം, 80 ഹരിക്കണം 2 സമം എത്രയാണ്, 40. ഓക്കെ, അപ്പോൾ 16ാം പദം സമം എന്താ നമുക്ക് കിട്ടുക, നിങ്ങൾ എഴുതുക, 16ാം പദം സമം 80/2 സമം 40. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത്, ഒരു പഞ്ചഭുജത്തിലെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. കോണുകൾ വലിപ്പക്രമത്തിൽ എഴുതിയാൽ 3ാമത്തെ കോൺ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്തായിരിക്കും, പഞ്ചഭുജത്തിലെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ് അല്ലെ. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പം പഞ്ചഭുജത്തിലെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. അപ്പൊ പഞ്ചഭുജത്തിലെ കോണുകൾ എന്ന് പറഞ്ഞാൽ മൊത്തം എത്രയാണ്, പഞ്ചഭുജത്തിന്റെ കോണുകൾ തമ്മിൽ കൂട്ടിയാൽ എത്രയാണ്, 3 ഈ 5 കൂടി കൂട്ടിയാൽ 5 കോണുകളാണല്ലോ പഞ്ചഭുജം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കൂട്ടിയാൽ എത്ര നമുക്ക് കിട്ടുക, നമുക്കറിയാം അല്ലേ. എന്താണ് എത്രയാണ്,
ഓരോ കോണിൻ്റെ ഇത് കാണാൻ എന്താ -2 × 180 അല്ലേ. അപ്പം പഞ്ചഭുജത്തിന്റെ എങ്ങനെയാണ്, പഞ്ചഭുജത്തിൽ 5 കോണുകളാണ്. 5 - 2 = 3 അല്ലേ. 3 × 180 540 അല്ലേ. അപ്പൊ പഞ്ചഭുജത്തിലെ കോണുകൾ എല്ലാം കൂടി കൂട്ടിയാൽ എത്രയാണ്, 540 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് പഞ്ചഭുജത്തിലെ കോണുകൾ എന്താക്കി, നമുക്ക് 540 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്, കോണുകൾ വലിപ്പക്രമത്തിൽ എഴുതിയാൽ മൂന്നാമത്തെ കോൺ എന്തായിരിക്കും ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വലിപ്പക്രമത്തിൽ എഴുതുക നമുക്ക്. 540 ആണ് എല്ലാം കൂടി കൂട്ടിയാൽ അല്ലേ. അപ്പൊ നമുക്കറിയാം എന്ത്, കോണുകൾ എത്ര 5 എണ്ണാണ് ഉള്ളത് അല്ലേ. അപ്പം 5ാമത്തെ അല്ലെ 5 കോണുകളാണ് ഉള്ളത്. അപ്പൊ 5 കോണുകളാണ് ഉള്ളത് എങ്കിൽ എന്താണ്, 5ഉം കൂടി കൂട്ടിയാൽ എന്താണ്, 5ന്റെയും കൂടി തുക 540 എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ നമുക്ക് നടുക്കുള്ളത് കാണാൻ എന്താണ്, നമ്മൾ പഠിച്ചതാണല്ലേ. നടുക്കുള്ളത് കാണുന്നുണ്ടെങ്കിൽ എന്താണ്, എത്ര കോണുണ്ട്, 5 അല്ലേ. അപ്പൊ 540/5 എന്ന് ചെയ്യാം അല്ലെ. അപ്പൊ 540/5 ഹരിക്കണം 5 എന്ന് പറയുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക, 108 എന്ന് കിട്ടും അല്ലേ. അപ്പൊ ഒരു കോൺ എത്രയാണ്, ഒരു കോണല്ല, നടുക്കുള്ള മൂന്നാമത്തെ കോൺ എന്ത് കിട്ടി, നമുക്ക് 108 എന്ന് കിട്ടി അല്ലേ. അപ്പൊ മൂന്നാമത്തെ കോൺ എന്തായിരിക്കും എന്നാ ചോദിച്ചിരിക്കുക. അപ്പോൾ 108 ഡിഗ്രിയാണ് അല്ലേ. എങ്ങനെ കിട്ടിയ മനസ്സിലായല്ലോ. 5 കോണുകളാണ് ഉള്ളത്. അപ്പോൾ 1 2 3 4 5 അല്ലെ. 5 കോണുകളാണ് ഉള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒക്കെ തുക കൂട്ടിയാൽ എന്താണ്, 540 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നടുക്കുള്ള കോണ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഇതിന്റെ തുക ബൈ എണ്ണാണ് അല്ലെ. നമ്മൾ പഠിച്ചതാണ് ശ്രേണിയിൽ അല്ലെ. അപ്പൊ മൂന്നാമത്തെ പദം എന്തായിരിക്കും, മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് എന്താണ്, 540/5 = എത്ര, 108 എന്ന് കിട്ടി അല്ലെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഏറ്റവും ചെറിയ കോണളവ് 40 ആയാൽ മറ്റു കോണുകൾ എന്തൊക്കെയാകും. അപ്പൊ ഏറ്റവും ചെറിയ കോൺ എന്താണ്, 40 ആണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഏറ്റവും ചെറുത് 40 ഡിഗ്രിയാണ്. രണ്ടാമത്താണ് പറയുന്നത് 40 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ മറ്റു കോണുകൾ എന്തൊക്കെയാവും. അപ്പൊ 5 കോണുകൾ ഉണ്ടല്ലോ. അപ്പൊ 41 കിട്ടി അല്ലെ. ഇനി അടുത്ത എന്തായിരിക്കും, അപ്പൊ നമുക്കറിയാം എന്ത്, 5 കോണുകളുള്ളത് അല്ലെ. അതിൽ ഏറ്റവും ചെറുത് ഒന്നാമത്തെ എന്താണ്, 40 ആണ് അല്ലെ. അപ്പൊ നമ്മൾ വലുപ്പക്രമത്തിലൂടെ എഴുതിയപ്പോ മൂന്നാമത്തെ കോൺ എന്താ കിട്ടിയത്, 108 എന്ന് കിട്ടിയില്ലേ. അപ്പൊ നമുക്ക് എന്താണ്, മൂന്നാമത്തെ എന്താണ്, 108 എന്ന് കിട്ടി. ഓക്കെ, 108 ഡിഗ്രി എന്ന് കിട്ടി. ഇനി അടുത്ത എന്തായിരിക്കും അപ്പൊ, അപ്പൊ നമുക്ക് എന്താണ്, രണ്ടാമത്തെ അറിയില്ല അല്ലെ. നമുക്ക് ഒന്നാമത്തത് അറിയാം, മൂന്നാമത്തതും അറിയാം അല്ലെ. അപ്പൊ രണ്ടാമത്തെ കിട്ടാൻ നമ്മൾ എന്താ പഠിച്ചിരുന്നത്, അറ്റത്തുള്ളത് കൂട്ടിയിട്ട് എന്താണ്, /2 ചെയ്യുക അല്ലെ. അപ്പം 108 + 40 148. 148/2 എത്രയാണ്, 74 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, രണ്ടാമത്തെ കോണം നമുക്ക് എന്ത് കിട്ടി, 74 എന്ന് കിട്ടി അല്ലെ. അപ്പൊ ഒന്നാമത്തെ ഏറ്റവും ചെറുത് എന്താണ്, ചെറിയത് 40 ആണെങ്കിൽ എന്താണ്, നടുക്കുള്ളത് നമുക്ക് രണ്ടാമത്തെ 74 കിട്ടി അല്ലെ. മൂന്നാമത്തെ 108. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിന്റെ അടുത്ത 4 5 കിട്ടണ്ടേ. അപ്പൊ നമുക്ക് എന്താക്കണം, ഇതിന്റെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം അല്ലെ. പൊതുവ്യത്യാസം കണ്ടുപിടിച്ചാൽ എന്താണ്, നമുക്ക് അടുത്തുള്ള കോണുകളും കിട്ടും. അപ്പം നോക്കുക, 74 നിന്ന് 40 കുറയ്ക്കുക അല്ലെ. അപ്പൊ നമുക്ക് പൊതുവ്യത്യാസം കിട്ടും. അപ്പൊ നമുക്ക് എന്താ, 74 നിന്ന് 40 കുറച്ചാൽ 34 കിട്ടും അല്ലെ. അത് ശരി തന്നെ അല്ലേ. 108 നിന്ന് 74 കുറച്ചാൽ എന്താണ്, 34 തന്നെ അല്ലെ. അപ്പൊ നമുക്ക് പൊതുവ്യത്യാസം 34 ആണ് കേട്ടോ. അപ്പൊ എന്താണ്, അതിനോട് 34 ഇങ്ങനെ കൂട്ടിപ്പോവുക അല്ലെ. അപ്പൊ 108നോട് 34 കൂട്ടിയാൽ എത്രയാണ്, 108 + 34 എത്രയാണ്, 142. അപ്പൊ അടുത്ത സംഖ്യ എന്ത് വരും, 142 എന്ന് വരും. ഓക്കെ, അതിൻ്റെ അടുത്ത് എന്ത് വരും, 142നോട് 34 കൂട്ടുക അല്ലെ. അപ്പം 34 കൂട്ടിയാൽ എന്ത് കിട്ടും, 176 എന്ന് കിട്ടും അല്ലെ. 176 അല്ലെ. അപ്പൊ 5 കോണുകളായല്ലോ. ഓക്കെ, അപ്പം വലുപ്പക്രമത്തിലായില്ലേ. അപ്പം ഏറ്റവും ചെറുതാണ് കോളവ് 40 പറഞ്ഞത് അല്ലെ. അപ്പൊ ഇതെല്ലാം ശരിയാണോ നോക്കാൻ എന്താണ്, ഇതെല്ലാം കൂടി കൂട്ടി വെക്കുക. അപ്പൊ 540 കിട്ടുന്നുണ്ടോ നോക്കിയേ. ഇതെല്ലാം കൂടി കൂട്ടിയപ്പോൾ 540 കിട്ടുന്നില്ലേ, കൂട്ടി നോക്കുക കേട്ടോ. അപ്പൊ കിട്ടും. ഓക്കെ, അപ്പൊ എന്താണ്, ഏറ്റവും ചെറിയ കോണളവ് 40 ഡിഗ്രി ആയാൽ മറ്റു കോണുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏതൊക്കെയാണ്, 40 74 108 142 ഡിഗ്രി 176 ഡിഗ്രി. എല്ലാത്തിനും ഡിഗ്രി കൊടുക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, മൂന്നാമത്തത്, ഏറ്റവും ചെറിയ കോൺ 36 ഡിഗ്രി ആകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കുക, 36 ഡിഗ്രി ആകുമോ. ഇതും ഇതേപോലെ ചെയ്ത് നോക്കുക അല്ലെ. ഫസ്റ്റത്തെ എന്താക്കുക, നമ്മൾ 36 ഡിഗ്രിന്ന് എടുക്കുക അല്ലെ. അപ്പൊ 36 ഡിഗ്രിന്ന് എടുക്കുക. ഇനി രണ്ടാമത്തെ നമുക്ക് അറിയില്ല. രണ്ടാമത്തെ എന്താക്കുക, നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് എന്താണ്, അവിടെ സ്പേസ് ഇട്ട് എടുക്കുക. മൂന്നാമത്തെ എന്താണ് നമുക്ക് അറിയാം, എന്ത് വലുപ്പക്രമത്തിൽ എഴുതിയ എന്താ, 108. മൂന്നാമത്തെ കോൺ അവിടെ എഴുതിയില്ലേ ഫസ്റ്റത്തെ. അപ്പൊ 108 അല്ലേ. അപ്പൊ നമുക്ക് മൂന്നാമത്തെ നമുക്ക് എന്ത് കിട്ടി, 108 എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്താണ്, രണ്ടാമതം കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ രണ്ടാമതം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് /2 ചെയ്യുക അല്ലെ. അപ്പൊ 108 + എന്താണ് 36 ചെയ്ത് നോക്കുക അല്ലെ. അപ്പൊ 144 എന്ന് കിട്ടും അല്ലെ. 144 ഹരിക്കണം 2 ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 72 എന്ന് കിട്ടും അല്ലെ. അപ്പൊ രണ്ടാമത് എന്ത് കിട്ടി, നമുക്ക് 72 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് 72 എന്ന്
കിട്ടി. 72 കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 72 കിട്ടില്ലേ? ഇപ്പൊ 1-ാം പദവും 2-ാം പദവും 3-ാം പദവും നമുക്ക് കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടത്? 4-ാം പദം വേണം അല്ലേ? 4-ാം പദവും 5-ാം പദവും വേണം. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അതിന് പൊതുവ്യത്യാസം നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് 2-ാം പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക അല്ലേ? 72 മൈനസ് 36 ചെയ്ത് നോക്കുക അല്ലേ? അപ്പൊ 36 എന്ന് കിട്ടും. അതിന് ശരിയല്ലേ? നോക്കിയാൽ 108 എന്താണ് 72 കുറച്ച് നോക്കുക, അതന്നെയല്ലേ കിട്ടുന്നത്? 36 അല്ലേ? അപ്പൊ ഇതിന്റെ പൊതുവ്യത്യാസം എന്താണ്? 36 ആണ് അല്ലേ? അപ്പൊ 36 കൂട്ടി കൂട്ടി പോവുക അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് ഇവിടുന്ന് 108 നിന്ന് 36 കൂട്ടുക അല്ലേ? 108 പ്ലസ് 36 അപ്പൊ എന്ത് കിട്ടും? നമുക്ക് 144 എന്ന് കിട്ടും. ഇനി അടുത്ത് നോക്കൂ, 144 എന്താണ് 36 കൂട്ടുക അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 180 എന്ന് കിട്ടും അല്ലേ? ഓക്കെ. ഇനി നമുക്കിത് ശരിയാണോ നോക്കണ്ടേ? ഇത് ഈ പഞ്ചഭുജത്തെ കോണുകളാണോ ഇതെന്ന് അറിയണ്ടേ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതെല്ലാം കൂടി കൂട്ടി നോക്കുക അല്ലേ? അപ്പൊ നമുക്ക് 540 കിട്ടണം അല്ലേ? അപ്പൊ 36 പ്ലസ് പിന്നെന്താണ് 72 പ്ലസ് 108 പ്ലസ് 144 പ്ലസ് 180 ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 540 കിട്ടുന്നുണ്ടോ? യെസ്, കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ എന്താണ് ഏറ്റവും ചെറിയ കോണ് 36 ഡിഗ്രി ആകും എഴുതുക അല്ലേ? ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ എന്താണ് ഇത് ആൻസർ ഒക്കെ നമ്മൾ ചെയ്തു അല്ലേ? ഓക്കെ.